ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. നാം വെളിപാട് ഗ്രന്ഥത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വെളിപാടിലെ അവസാന അധ്യായങ്ങളിൽ ഇതുവരെയും അവിടെ അവതരിപ്പിക്കപ്പെടുന്ന ആ ചരിത്രത്തിൻ്റെ അന്ത്യ നിമിഷങ്ങളിലേക്കാണ് നാം കടന്നു ചെല്ലുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 20-ാമത്തെ അധ്യായത്തിലെ ആദ്യ ഭാഗം നമ്മൾ കണ്ടു. വളരെ പ്രധാനപ്പെട്ട പല ആശയങ്ങളും ഈ 20-ാമത്തെ അധ്യായത്തിൽ ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് സാത്താനെ 1000 വർഷം ബന്ധിക്കുന്നതും അതുപോലെ തന്നെ ദൈവജനം 1000 വർഷം ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നതുമൊക്കെ അതിൽ വിവരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അത് ആരാധന സമൂഹത്തോട് എന്താണ് പറയുന്നത് എന്നും നമ്മൾ കണ്ടു. ഇന്നതിൻ്റെ തുടർച്ചയായിട്ട് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാം. 20-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ ഇന്ന് കാണുക. 13-ാം വാക്യം: തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്ന മരിച്ചവരെയും വിട്ടുകൊടുത്തു. ഓരോരുത്തരും താങ്കളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. അപ്പോൾ മരിച്ചവർ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ആ വിവരണമാണ് നമ്മൾ കാണുന്നത്. തിന്മയുടെ ശക്തികൾ ഇല്ലായ്മ ചെയ്യപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ തിന്മയുടെ എല്ലാ ശക്തികളും ഉന്മൂലനം ചെയ്യപ്പെടുന്ന പടിപടിയായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ സമുദ്രം തന്നിലുണ്ടായിരുന്ന എല്ലാ മൃതരെയും വിട്ടുകൊടുത്തു എന്ന ആ ഒരു വാക്യം അതെന്താണ് അർത്ഥമാക്കുക? അപ്പം അത് പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന ചില വിശ്വാസങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. പണ്ട് കാലത്ത് അവർ കരുതിയിരുന്നു ഈ സമുദ്രം എന്ന് പറയുന്നത് അതൊക്കെ തിന്മയുടെ ഒരു തലമാണ്. ഇപ്പം മരിക്കുന്നവരൊക്കെ എല്ലാവരും പാതാളത്തിലേക്ക് പോകുന്നില്ല, അവരൊക്കെ കടലിൽ തന്നെ ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കുന്നു. അപ്പോൾ കടലിലെ ആ തിന്മയുടെ പാശങ്ങളൊക്കെ അവരെയൊക്കെ വരിഞ്ഞു മുറുക്കി അവിടെ ഒതുക്കിയിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം. അപ്പോൾ മരണം അവരെ ചുറ്റുവരിഞ്ഞ് കടലിൽ അവരെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ കടൽ അത് വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ അന്ത്യവിധിക്കായിട്ട് ഇവരെ ദൈവസന്നിധിയിലേക്ക് അവരെ വിട്ടുകൊടുക്കുന്നു എന്നർത്ഥം. എല്ലാവരും വിധിക്കായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു, അതാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. ഇപ്പോൾ മരണത്തിൻ്റെ മേൽ അല്ലെങ്കിൽ മരിച്ചവരുടെ മേൽ മറ്റ് ശക്തികൾക്കൊന്നും ആത്യന്തികമായിട്ട് അധികാരമില്ല എന്നും ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ പൊതുവിധിക്കായിട്ട് മരിച്ചവരെല്ലാം ഇവിടെ വിട്ടുകൊടുക്കുകയാണ്. ഇനി അവരെക്കുറിച്ച് പറയുന്നത് അവർ തങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെടുന്നുവെന്നാണ്. പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലും നാം അതിനെക്കുറിച്ച് പല ആവർത്തി കണ്ടതാണ്. അപ്പോൾ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെടുക, നമ്മുടെ ചിന്ത വെളിപാടിലെ ആദ്യ ഭാഗത്തേക്ക് തന്നെയാണ് കടന്നു ചെല്ലേണ്ടത്. 2-3 അധ്യായങ്ങളിൽ സഭകൾക്കുള്ള കത്തുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ സഭാ സമൂഹത്തോടുള്ള ആ സന്ദേശത്തിൽ അവരുടെ തെറ്റായിട്ടുള്ള വഴികളിൽ നിന്നും അവർ പിൻവാങ്ങി ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ടൊക്കെ പറയുന്നുണ്ട്. എഫേസോസിലെ സഭയോട് പറയുന്ന മനോഹരമായിട്ടുള്ള വാക്യമൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല. ഇപ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ വീഴ്ചകൾ അത് ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ചെറിയ വീഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു വീഴ്ചയിൽ നിന്നൊക്കെ നമ്മൾ മാറി മുന്നോട്ട് വരിക. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്കനുസൃതം ആയിരിക്കും നമ്മളൊക്കെ വിധിക്കപ്പെടുക എന്നുള്ള കാര്യം. അപ്പോൾ ഈ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ആരാധന സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്? നമ്മുടെ ഓരോ പ്രവൃത്തികൾക്കും നമ്മൾ ഉത്തരവാദികളാണ്. നമ്മുടെ ഓരോ പ്രവൃത്തികൾക്കും നമ്മൾ ഉത്തരവാദികളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ നിഷ്ഠയോടുകൂടി തന്നെ യേശുവിൻ്റെ പാതയെ പിൻചെല്ലുവാനായിട്ട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ
ആ തിന്മയുടെ ശക്തികളിൽ നിന്ന് മരിച്ചവരെല്ലാം വിട്ടുകൊടുത്ത് അവർ പൊതുവിധിക്കായിട്ട് അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. തുടർന്ന് 14-ാമത്തെ വാക്യത്തിൽ മരണവും പാതാളവും അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നി തടാകം. തിന്മയുടെ ശക്തികൾ ആത്യന്തികമായിട്ട് ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ആ ഒരു വിവരണമാണ് ഇവിടെ കാണുക. മരണവും പാതാളവും അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെടുന്നു. അപ്പോൾ മരണവും പാതാളവും അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ തിന്മയുടേതായിട്ടുള്ള എല്ലാ ഭാവങ്ങളും ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുന്നതാണ് ഇവിടെ അവതരിപ്പിക്കുക. അപ്പോൾ തിന്മയുടെ പേരുള്ള ആത്യന്തികമായിട്ടുള്ള വിജയം തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ മരണവും ആ പാതാളവും, ഇപ്പോൾ മരണം എന്ന് പറയുന്നത് ആ തിന്മയുടെ ആ ഒരു അവസാനത്തെ ആ ഒരു ഘട്ടമാണ് തിന്മ. ഇപ്പോൾ മരണത്തിൽ നിന്ന് മോചനം കിട്ടുക എന്ന് പറയുമ്പോൾ ജീവനിലേക്കുള്ള മോചനമാണ്. അപ്പോൾ തിന്മയുടെ ഏറ്റവും അൾട്ടിമേറ്റായിട്ടുള്ള ഒരു ഭാവമാണ് മരണം എന്ന് പറയുന്നത്. പാതാളം എന്ന് പറയുന്നു മരിച്ചവർ ചെല്ലുന്ന ആ അവസാനത്തെ ആ ഒരു തലം. അപ്പോൾ അത് രണ്ടും ഇല്ലാതായി എന്ന് പറയുമ്പോൾ പിന്നെ ഈ തിന്മയ്ക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു ഇടവുമില്ല എന്ന് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുക. ഇനി ഈ അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു, അത് പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യപ്പെട്ടു എന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ ഇവിടെ പഴയ യഹൂദ ചിന്തകളിലൊക്കെ തിന്മ ചെയ്യുന്നവരെല്ലാം ഗഹന്നയിൽ അഗ്നിയിൽ ഒക്കെ എരിയിക്കപ്പെടും എന്ന ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ച് തന്നെയാണ് ഈ അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെടുക എന്നൊക്കെ പറയുക. ഇനി രണ്ടാമത്തെ മരണം ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ മരണം അത് തിന്മയുടെ തന്നെ ആത്യന്തികമായിട്ടുള്ള ആ ഉന്മൂലനമാണ് ഇവിടെ അർത്ഥമാക്കുക. അപ്പോൾ തിന്മയാണ് അവസാനം ഇല്ലായ്മ ചെയ്യപ്പെടുന്നത്. അപ്പോൾ രണ്ടാമത്തെ മരണം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു മരണത്തിലേക്ക് കടന്നു ചെല്ലുന്നു എന്നല്ല, അത് ആത്യന്തികമായിട്ട് ദൈവത്തിൽ നിന്ന് അകലുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ അത് തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒരു പ്രയോഗമാണ്. അപ്പോൾ രണ്ടാമത്തെ മരണം ഒരാൾ മരിച്ചു കഴിഞ്ഞ് വീണ്ടും മരിക്കുന്നില്ല, അത് നിത്യമായിട്ട് ദൈവത്തിൽ നിന്ന് അവർ അകറ്റപ്പെടുന്നു എന്ന് മാത്രമേ അത് അർത്ഥമാക്കുന്നുള്ളൂ. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഉത്ഥാനത്തിൻ്റെ മറുവശമാണ് ഈ രണ്ടാമത്തെ മരണം. ഇനി തിന്മയ്ക്ക് യാതൊരു സ്ഥാനവും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് തന്നെയാണ് അത് അർത്ഥമാക്കുക. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് ഒന്ന് കടക്കാം. ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. എന്താണ് ഇവിടെ അർത്ഥമാക്കുക? അപ്പോൾ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടുക, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ജീവൻ്റെ പുസ്തകത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടു. ആ പുസ്തകത്തിൽ പേരെഴുതുക എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ പുസ്തകത്തിൽ പേരെഴുതപ്പെടാതിരിക്കുക എന്ന് പറയുമ്പോൾ ആ തിന്മയുടെ കൂടെ ആയിരുന്നവർ എന്നർത്ഥം. അപ്പോൾ തിന്മയുടെ കൂടെ ആയിരുന്നവർ അവർ ആ ജീവൻ്റെ പുസ്തകത്തിൽ അവർ പേരെഴുതപ്പെടുന്നില്ല. അപ്പോൾ ഇതൊക്കെ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ യഹൂദ ചിന്തകളിൽ ഉള്ള പ്രയോഗങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള പ്രതീകങ്ങൾ ഒക്കെ എടുത്തുകൊണ്ട് ഗ്രന്ഥകാരൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇനി ഇവിടെ പറയുന്ന ആ ഒരു പ്രയോഗം ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവർ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നമ്മളിൽ അല്പം ഒരു ആശങ്കയൊക്കെ ഒഴിവാക്കാം. ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവർ എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ആദ്യം മുതൽ തന്നെ പേരെഴുതപ്പെടാതെ ഉണ്ട് എന്ന് വെച്ചാൽ അവരൊക്കെ നിത്യമായി നശിക്കും എന്ന് ആദ്യം തന്നെ തീരുമാനിക്കപ്പെട്ടിരുന്നോ എന്ന് ചോദിക്കാം. അപ്പോൾ അതാണ് അർത്ഥമാക്കുന്നത്. അതായത് ചിലർ ഒരിക്കൽ രക്ഷപ്പെടുകയില്ലെന്ന് ദൈവം തന്നെ ആദ്യം തീരുമാനിച്ചിരിക്കുന്നു എന്ന വിധത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. അതല്ല ഇതിൻ്റെ അർത്ഥം. കാരണം നമ്മൾ ഇവിടെ വെളിപാട് ഗ്രന്ഥത്തിലെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചായിരുന്നു, അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ എല്ലാവരും രക്ഷയിലേക്ക് കടന്നു വരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ജനതകളാണ് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ. ദൈവജനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആ ഗ്രൂപ്പ് അത് ജനതകളാണ്. അപ്പോൾ ആ പ്രയോഗം തന്നെ
ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ എന്നാണ് അർത്ഥമാക്കുക. പക്ഷേ അവസാനത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോഴും അവരും ആ മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നതിനെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ മാനസാന്തരത്തിലേക്കുള്ള വാതിൽ അവർക്കായിട്ടും തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ലോകാരംഭം മുതൽ പേരെഴുതപ്പെടാതിരിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് നിർബന്ധ ബുദ്ധിയോടെ അവർ തന്നെ ദൈവത്തിൽ നിന്ന് അകലുന്നതാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് ദൈവമല്ല തീരുമാനിക്കുന്നത്, സ്വയം തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാനാണ് അത് ഇനി ദൈവത്തിലേക്കില്ല, ദൈവത്തിനോട് എനിക്ക് യാതൊരു സഖ്യം വേണ്ട എന്ന് പറഞ്ഞ് നിർബന്ധ ബുദ്ധിയോടെ അകന്നു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് സൂചിപ്പിക്കുക. ഇനി ഇത്രയും വളരെ കാർക്കശ്യത്തോടു കൂടിയ ഒരു വചനം ഇവിടെ പറയുന്നതിൻ്റെ കാര്യം എന്താണ്? അത് ആരാധന സമൂഹത്തെ ഒന്ന് ഉണർത്തുവാനായിട്ട്. അതായത് നിങ്ങൾ ആരുടെ കൂടെയാണ്? ദൈവത്തിൻ്റെ കൂടെയാണോ അതോ തിന്മയുടെ ശക്തികളുടെ കൂടെയാണോ? അപ്പോൾ തിന്മയുടെ ശക്തികളുടെ കൂടെയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ആ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക്, കുഞ്ഞാടിൻ്റെ വഴിയിലേക്ക് വരണം എന്ന് അവരെ ഓർമ്മപ്പെടുത്തുവാനായിട്ട്. അതായത് മാനസാന്തരത്തിലേക്ക് ഈ ജനത്തെ, ആരാധന സമൂഹത്തെ നയിക്കുവാൻ വേണ്ടിയിട്ട് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന ചില പ്രയോഗങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ചിലരെയൊക്കെ നിത്യനാശത്തിന് വേണ്ടി ദൈവമൊക്കെ തീരുമാനിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലല്ല ഇത് വ്യാഖ്യാനിക്കേണ്ടത്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ വെളിപാട് ഗ്രന്ഥം അത് ആരാധന സമൂഹത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആരാധന സമൂഹത്തോടാണ് ആദ്യമായിട്ട് ഈ വെളിപാട് ഗ്രന്ഥം സംസാരിക്കുന്നത്. അപ്പോൾ അവരോട് ഈ ഒരു ഓപ്ഷൻ അതൊന്ന് അവരുടെ മുന്നിൽ വെച്ചിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ ഈ വഴികൾ, തിന്മയുടെ വഴികളിൽ നിന്നൊക്കെ അകന്നു നിന്ന് ദൈവത്തിൻ്റെ വഴികളിലേക്ക് ഒക്കെ പോരുന്നു എന്ന്. അപ്പോൾ ജീവൻ്റെ ആ പുസ്തകത്തിൽ പേരെഴുതപ്പെടുക. അപ്പോൾ തങ്ങളുടെ പ്രവർത്തികൾക്ക് അനുസൃതമാണ് അവർ രക്ഷ നേടുന്നത് എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഇവിടെ ആ രണ്ട് കാര്യങ്ങൾ ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രക്ഷയെക്കുറിച്ച്. ഒന്ന്, നമ്മുടെ പ്രവൃത്തികൾക്കനുസൃതമാണ് നമ്മൾ രക്ഷിക്കപ്പെടുക. പ്രവൃത്തികൾക്കനുസൃതം രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ രക്ഷ നേടണമെങ്കിൽ ഞാൻ മനസ്സ് വയ്ക്കണം. അപ്പം ഞാൻ മനസ്സ് വയ്ക്കാതെ എനിക്ക് രക്ഷയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ അത് കണക്കിലെടുത്താണ് രക്ഷ എനിക്ക് കൈവരിക. അത് എൻ്റെ ജീവിതത്തിലുള്ള ആ ഉത്തരവാദിത്വത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തിന്മയ്ക്കെതിരെ പടപൊരുതുവാനായിട്ട് ഞാൻ തയ്യാറാകണം. ഇനി പരാജയപ്പെട്ടാൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം അനുതാപത്തിൻ്റെ വഴികൾ എപ്പോഴും തുറന്നു കിടപ്പുണ്ട്. അപ്പോൾ ഒരിക്കലും ദൈവം ആ വാതിൽ അടയ്ക്കുന്നില്ല. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തു പോയി, ദൈവത്തിൽ അകന്നു പോയി എന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആ മാനസാന്തരത്തിൻ്റെ, അനുതാപത്തിൻ്റെ വഴികൾ എന്നും എൻ്റെ മുന്നിൽ തുറന്നു കിടപ്പുണ്ട്. ഇനി മറുവശത്ത് ഉള്ളത് ഇത് ദൈവത്തിൻ്റെ ദാനം കൂടിയാണ്. അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുക എന്ന് പറയുമ്പോൾ അത് ആരാണ് പേരെഴുതുന്നത്? ദൈവമാണ്. അപ്പോൾ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ദൈവം പേരെഴുതിയെന്ന് പറയുമ്പോൾ അത് ദൈവം എനിക്ക് തരുന്ന ദാനമായിട്ട് നമ്മൾ കാണുക. അപ്പോൾ രക്ഷയ്ക്ക് ഞാൻ അധ്വാനിക്കണമെങ്കിലും അത് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണമെങ്കിലും ആത്യന്തികമായിട്ട് അത് ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ കരുണയിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് വശവും വെളിപാട് ഗ്രന്ഥത്തിൽ അവസാന ഭാഗത്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഉത്തരവാദിത്വവും ദൈവത്തിൻ്റെ ആ ദാനവും. അതുതന്നെയാണ് നമ്മൾ വെളിപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കണ്ട 11, 12 അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത്. 11-ാമത്തെ അധ്യായത്തിൽ 2 സാക്ഷികൾ സാക്ഷ്യം നൽകുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. ആ സാക്ഷ്യം എവിടം വരെ നൽകണം? അത് ജീവൻ സമർപ്പിക്കുന്നത് വരെ നൽകണം. അവസാനം പറയുന്നില്ലേ അവിടെ, തങ്ങളുടെ സാക്ഷ്യം നിറവേറ്റിക്കഴിയുമ്പോൾ ആ മൃഗമൊന്നും അവരെ കൊല്ലും. അതായത് അവരുടെ സാക്ഷ്യം നിറവേറ്റിക്കഴിയുമ്പോൾ മാത്രമേ അവർക്ക് ഈ ലോകത്തിൽ നിന്ന് വിട പറയേണ്ടതായിട്ട് വരികയുള്ളൂ. അപ്പോൾ അവസാനം വരെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും തങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവർ സാക്ഷ്യം നൽകി. അപ്പോൾ മരണത്തിന് മുന്നിൽ പോലും അവർ ജീവനെ മുറുകെ പിടിച്ചില്ല. അപ്പോൾ വെളിപാട് 12-ാം അധ്യായത്തിൽ പറയുന്നതാണ്. അപ്പോൾ
ആ സാക്ഷ്യം നൽകുക, മരണത്തോളം നമ്മൾ വിശ്വസ്തത പുലർത്തുക എന്ന് പറയുന്നു. ഇനി അതോടൊപ്പം തന്നെ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു ഈ സാക്ഷ്യം നൽകുന്നവർക്ക് ദൈവം കൊടുക്കുന്ന സംരക്ഷണം. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവൾക്കായിട്ട് സംരക്ഷിക്കുവാനായിട്ട് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ഓടിപ്പോയെന്ന് നമ്മൾ കാണുന്നുണ്ട്. 1260 ദിവസം സാക്ഷ്യം നൽകുന്നു. 1260 ദിവസം ആ സ്ത്രീ സംരക്ഷിക്കപ്പെടുന്നു. അതായത് എൻ്റെ സാക്ഷ്യത്തിൻ്റെ കാലം മുഴുവൻ ദൈവത്തിൻ്റെ പരിപാലന എനിക്കുണ്ട്. അപ്പോൾ അവിടെയും ഈ ഒരു ആശയം തന്നെയാണ് എടുത്ത് പറയുക. ഞാൻ സാക്ഷ്യം നൽകുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു, പക്ഷേ ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എൻ്റെ സംരക്ഷകനായിട്ട് എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഈ രണ്ട് വശവും നമ്മുടെ രക്ഷയിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്ന ഒരു കാര്യം നമ്മൾ കാണുന്നു. അപ്പോൾ വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ 20-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ മനുഷ്യരക്ഷയെക്കുറിച്ചുള്ള വളരെ സുന്ദരമായിട്ടുള്ള ചില ആശയങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ഒന്നാമത്തേത് തിന്മയുടെ അന്ത്യം. അപ്പോൾ നമ്മെ പീഡിപ്പിക്കുന്ന, ദൈവജനത്തെ വഴിതെറ്റിക്കുന്ന ആ തിന്മയുടെ എല്ലാ ശക്തികളെയും ദൈവം തന്നെ ഇടപെട്ട് ഉന്മൂലനം ചെയ്യുന്നത് നമ്മൾ കാണുന്നു. അത് അപ്പോക്കലിപ്റ്റിക് കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ എൻ്റെ നിസ്സഹായതയിൽ, എൻ്റെ ബലഹീനതയിൽ എന്നെ സഹായിക്കാനായിട്ട് ദൈവം തന്നെ കടന്നു വരുന്നു. അപ്പോൾ തിന്മയെ ഉന്മൂലനം ചെയ്യുന്നത് ആരാണ്? ആ ദൈവമാണ്. ആ സാത്താനെയും മൃഗത്തെയും ഒക്കെ അഗ്നിത്തടാകത്തിലേക്ക് വലിച്ചെറിയ ദൈവമാണ്. അപ്പോൾ എൻ്റെ രക്ഷ അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ദൈവം ഈ തിന്മയുടെ ശക്തികളെല്ലാം പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യും എന്നുള്ള ആ ഒരു കാര്യം. പിന്നെ അതോടൊപ്പം തന്നെ ഈ ദൈവത്തോടു കൂടെ നിൽക്കുന്നവർ അവസാനം അവിടുത്തെ ആ സിംഹാസനത്തിൽ അവിടത്തോടൊപ്പം ആയിരിക്കും എന്നുള്ള ആ ഒരു സന്ദേശം. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, ദൈവത്തിൻ്റെ ഒരു പരിപാലനം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരാധന സമൂഹം എപ്പോഴും ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് തയ്യാറാണ്. അപ്പോൾ 20-ാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ തിന്മയുടെ എല്ലാ ശക്തികളും ഉന്മൂലനം ചെയ്യപ്പെട്ടതായിട്ട് ഇവിടെ വിവരിക്കുന്നു. ഇനി തിന്മ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണ്? പിന്നെ നന്മയുടെ ലോകമാണ്. നമ്മൾ ഇനി അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ നന്മയുടെ ആ ഒരു ലോകത്തിൻ്റെ വിവരണമാണ് കാണുക. വളരെ സുന്ദരമായിട്ടുള്ള പുതിയ ജെറുസലേമിനെക്കുറിച്ചുള്ള ആ ഒരു വിവരണം. അപ്പോൾ 20-ാമത്തെ അധ്യായത്തോടെ ആ വെളിപാട് വിവരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം അവിടെ അവസാനിക്കുകയാണ്. ദൈവം തൻ്റെ വാഗ്ദാനമനുസരിച്ച് തിന്മയുടെ ശക്തികളെ എല്ലാം പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യുന്നു. ഇനി ദൈവം തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ വാഗ്ദാനം എന്താണ്? പുതിയ ജെറുസലം, അതായത് നന്മയുടെ ലോകം യാഥാർത്ഥ്യമാക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് പറയുന്നത് അത് ദുഷ്ടരെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതല്ല, പുതിയ ലോകം അവിടുന്ന് യാഥാർത്ഥ്യമാക്കും, നാം എല്ലാവരും അതിൽ ഭാഗവാക്കുകളാകും എന്നാണ് അവിടെ അർത്ഥമാക്കുക. ഓക്കെ, നമുക്ക് ഇനി 21-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതിനുശേഷം 21-ാം അധ്യായത്തിൻ്റെ ചില പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാം. അതിനുശേഷം നമുക്കതിലെ ഓരോ വാക്യത്തിലേക്ക് കടക്കാം. 21-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. എന്തെന്നാൽ ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും ഇല്ലാതായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ഭർത്താവിനായി മണവാട്ടിയെപ്പോലെ അണിയിച്ചൊരുക്കപ്പെട്ട് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇപ്പോൾ വെളിപാടിലെ ആ ദർശനത്തിൻ്റെ അവസാനം പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ആ പറുദീസയുടെ ഒരു പുനരാവിഷ്കാരമാണ്. പറുദീസ വീണ്ടും യാഥാർത്ഥ്യമാകുന്നു. അപ്പോൾ നഷ്ടപ്പെട്ട ആ ഒരു സ്വർഗം അത് ഇവിടെ കൂടുതൽ മഹിമയോടെ ഇവിടെ യാഥാർത്ഥ്യമാകുന്നു. ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത്
പുതിയ യാഥാർത്ഥ്യം വരുമ്പോൾ ഈ പഴയതെല്ലാം ഇല്ലാതായി എന്ന് പറയുന്നു. പഴയ ആകാശവും പഴയ ഭൂമിയും ഒക്കെ പോയി, കടലും ഇല്ലാതായി, പിന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒക്കെ വരുന്നു. ഇനി പഴയത് എന്ന് പറയുന്ന ഒന്നും തന്നെയില്ല. അപ്പോൾ ഈ വെളിപാടിൽ ഈ 21-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന പുതിയ ജെറുസലേമിൻ്റെ ചിത്രം അത് ഈ ദർശന വിവരണത്തിൻ്റെ ഒരു മകുടമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലെ ഒത്തിരി പ്രതീകങ്ങൾ ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വളരെ സുന്ദരമായിട്ടുള്ള പല ആശയങ്ങളും ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, പുതിയ പ്രപഞ്ചത്തെക്കുറിച്ച്, പുതിയ ആകാശവും പുതിയ ഭൂമിയെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അത് പൂർണ്ണമായിട്ടും അത് മനുഷ്യ പ്രതീക്ഷകൾക്ക് അതീതമായിട്ട് അപ്പുറം അത് യാഥാർത്ഥ്യമാകുന്നതാണ് ഇവിടെ വിവരിക്കുക. അപ്പോൾ ഇവിടെയുള്ള ഈ വാക്യങ്ങളുടെ പിന്നിൽ പലതിലും പഴയ നിയമത്തിലുള്ള പല സൂചനകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ചില വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പഴയ നിയമത്തിലുള്ള ചില വാക്യങ്ങൾ അത് നമുക്ക് ഈ തുടർന്ന് വരുന്ന വിവരണത്തെ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ആദ്യത്തെ നമ്മൾ എടുക്കുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാമത്തെ അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. യെശയ്യാ 65:17 മുതലുള്ള വാക്യങ്ങൾ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ചുള്ള വിവരണമാണ്. ഞാനിത് വായിക്കാം. ഇതാ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയില്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ. ജെറുസലേമിനൊരു ആനന്ദമായും അവളുടെ ജനത്തെ ആഹ്ലാദമായും ഞാൻ സൃഷ്ടിക്കുന്നു. ജെറുസലേമിനെക്കുറിച്ച് ഞാൻ ആനന്ദിക്കും, എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും. വിലാപസ്വരമോ കഠിനവേദനയുടെ നിലവിളിയോ ഇനി അവിടെ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള പ്രതീകങ്ങൾ, സൂചനകളൊക്കെ ഈ വെളിപാട് ഗ്രന്ഥത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ യെശയ്യാ 61:10 അത് ഈ വധുവിനെ പോലെ അണിയിച്ചൊരുക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുക. 61:10 ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എൻ്റെ ആത്മാവ് ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പം മാലിമണിയുന്നത് പോലെയും വധു ആഭരണ ഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടുകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി ധരിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു വധുവിൻ്റെ പ്രതീകം അത് വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട്. ഇനി തുടർന്ന് അതുപോലെ തന്നെയുള്ള വേറെ ഒരു വാക്യമാണ് യെശയ്യാ 25:8. ഇവിടെ പറയുന്നു, അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും, സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും. തൻ്റെ ജനത്തിൻ്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവ് ആണ് ഇത് അരുൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മനോഹരങ്ങളായിട്ടുള്ള പല പഴയ നിയമ ഭാഗങ്ങളും ഇവിടെയുള്ള വിവരണത്തിൻ്റെ പശ്ചാത്തലമായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി അതിലേക്ക് കടന്നു വന്നിട്ട് അതിൻ്റെ പശ്ചാത്തലം ഒന്നും നമുക്ക് കണ്ടിട്ട് നമുക്ക് പുതിയ ജെറുസലേമിൻ്റെ വിവരണത്തിലേക്ക് കടക്കാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.